സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. 1:30 ഞാൻ രാജിവെച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. ദീർഘമായി സംസാരിച്ച് ഞാൻ നിയമപരമായി തെറ്റായ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുന്നത്. രാഹുലിന്റെ രാജി പക്ഷേ പാർട്ടി നേതൃത്വം തീരുമാനിച്ചതാണ്. രാഹുലിന് വിശദീകരിക്കാൻ അവസരം കൊടുക്കണം എന്ന വി ഡി സതീശന്റെ അടക്കം നിലപാട് പരിഗണിച്ച് ആ രാജി ഔദ്യോഗികമായി അറിയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ നിയോഗിക്കുകയായിരുന്നു. അമൽ തന്നെ പറഞ്ഞോട് അമൽ എത്ര മണിക്കാണ് രാഹുലിന്റെ രാജിക്കത്ത് കണ്ടത്? 1:30 രാജിവെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. രാഹുലിന്റെ രാജി അഭിലാഷ് പറഞ്ഞതുപോലെ നേതൃത്വം ചോദിച്ചു വാങ്ങി എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ രാഹുൽ പറഞ്ഞതുപോലെ സ്വമേധയാ എന്തെങ്കിലും സ്ഥാനത്യാഗം ചെയ്ത് രാഹുൽ പുറത്തേക്ക് പോകുന്നതല്ല. പാർട്ടിക്ക് ഉണ്ടാക്കിയ വലിയ ക്ഷീണം മറികടക്കാൻ നേതൃത്വത്തിന്റെ ശക്തമായ ഇടപെടലുണ്ടായി. ആ ഇടപെടലിനൊടുവിൽ രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പുറത്തേക്ക് പോവുകയാണ്. ഏകദേശം 12 മണി മുതൽ എപ്പോൾ ഈ പ്രഖ്യാപനം എന്നുള്ളത് മാത്രമായിരുന്നു കാത്തിരുന്നത്. ദേശീയ നേതൃത്വത്തിനടക്കം രാഹുൽ രാജി സംബന്ധിച്ച വിവരം കൃത്യമായി അറിയിച്ചിരുന്നു. പക്ഷേ അത് പ്രഖ്യാപിക്കാൻ ഒരു അവസരം രാഹുലിന് നേതൃത്വം തന്നെ ഒരുക്കി കൊടുക്കുകയാണ്. വെറുതെ പുറത്തേക്ക് ഇറക്കി വിടില്ല, മറ്റാരെങ്കിലും ഏതെങ്കിലും ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി രാഹുലിനെ പുറത്താക്കി എന്നൊരു തീരുമാനം പ്രഖ്യാപിക്കേണ്ട, രാജി പ്രഖ്യാപനം നടത്താൻ ഒരു അവസരം രാഹുലിന് നൽകാം എന്നുള്ളത് പറഞ്ഞിരുന്നു. അങ്ങനെ രാഹുൽ തന്നെ വന്ന് ഔദ്യോഗികമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിക്കുകയാണ് താൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്ന്. പക്ഷേ രാഹുൽ നേരിടുന്ന ആരോപണങ്ങളിൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളുണ്ട്. ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതം എന്നുള്ള തരത്തിൽ തന്നെയാണ് രാഹുൽ പ്രതികരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ താൻ ചെയ്തു എന്ന് കരുതുന്നില്ല എന്ന് രാഹുൽ പറയുന്നു. പക്ഷേ ധാർമ്മികമായി ആ വിഷയങ്ങളിൽ ധാർമ്മികമായ വിഷയങ്ങൾ ഏറ്റെടുത്തുമല്ല, എന്നെ ന്യായീകരിച്ച് പ്രവർത്തകർക്ക് സമയം മെനക്കെടാതിരിക്കാൻ, അതായത് സർക്കാരിനെതിരെ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ ഉന്നയിക്കേണ്ട സമയത്ത് ഈ വിഷയം ചർച്ചയാകാതിരിക്കാൻ, ഇതാണ് രാഹുലിന്റെ ന്യായം. രാഹുൽ അങ്ങനെ വാദിച്ചുകൊണ്ടാണ് പുറത്തിറങ്ങി പോകുന്നത്. രാഹുലിന്റെ മുഖത്ത് കോൺഫിഡൻസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഈ പറയുന്ന വിവാദ പരാമർശമുണ്ട്. മാധ്യമങ്ങളിൽ ഒരു മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം സജീവ ചർച്ചയായ സമയത്ത് നമ്മുടെ ഗോകുൽ, പാലക്കാട് റിപ്പോർട്ടർ, രാഹുലിനോട് പ്രതികരണം തേടിയിരുന്നു. അന്ന് ഗോകുൽ കൊണ്ട മൈക്ക് വെച്ചപ്പോൾ നമ്മൾ കണ്ട രാഹുലുണ്ട് ഹൂ കെയേഴ്സ് എന്നുള്ള ഒറ്റ ചോദ്യത്തിൽ അവസാനിപ്പിക്കുകയായിരുന്നു. അതിങ്ങനെ ആവർത്തിച്ച് പറയുകയായിരുന്നു. അന്ന് പക്ഷേ രാഹുലിന്റെ മുഖത്ത് പതർച്ചയുണ്ടായിരുന്നു, ശബ്ദത്തിൽ പതർച്ചയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ രാജിവെച്ച് പുറത്തേക്ക് പോകുന്ന രാഹുലിന്റെ മുഖത്ത് അത്തരമൊരു ആശങ്ക നമുക്ക് മുഖത്ത് നോക്കുമ്പോൾ പ്രകടമല്ല. വാക്കുകളും ശക്തമായി തന്നെയായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ രാഹുലിന് പുറത്തേക്ക് പോകേണ്ടി വരുന്നു. അത് ഏറ്റവും മോശമായ ഒരു വിഷയത്തിലെ ചർച്ചയിൽ പുറത്തേക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. നേതൃത്വം ചോദിച്ചു വാങ്ങിയ ഒരു രാജി, അത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും തുടങ്ങി അങ്ങ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയുടെ ഭാഗമായിരിക്കുന്ന ആളുകൾ വരെ ഈ വിഷയത്തിൽ ഇടപെടുന്നു. അവർ രാജി ചോദിച്ചു വാങ്ങുന്നു. രാജിയില്ലാതെ മുന്നോട്ട് പോയാൽ പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല എന്ന് പറയുന്നു. അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ താഴെത്തട്ടിൽ നിന്നും പ്രവർത്തിച്ചു വന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, NSUവിന്റെ ദേശീയ കോർഡിനേറ്ററായി, ദേശീയ സെക്രട്ടറിയായി, പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി, പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, പിന്നീട് MLA. ഇങ്ങനെ വളർന്നു വന്ന രാഹുലിന്റെ വളർച്ച അവർ ഗ്രാഫ് പരിശോധിക്കുകയാണെങ്കിൽ ആ ഗ്രാഫ് അങ്ങ് കുത്തനെ മുകളിലേക്ക് പോകുന്ന ഗ്രാഫായിരുന്നു. അതതിന്റെ ഏറ്റവും പരമകോടിയിൽ നിന്നും ഒരു ശക്തമായ പോരാട്ടത്തിലൂടെ പാലക്കാട് മണ്ഡലത്തിന്റെ MLA ആയി ഷാഫി പറമ്പലിന് പിൻഗാമിയായി നിയമസഭയിലേക്ക് എത്തിയതിനു ശേഷം അങ്ങനെ ഉന്നതിയിൽ നിന്നും താഴേക്ക് പൊടുന്നതിനുള്ള ഒരു വീഴ്ചയാണ്. ആ വീഴ്ചയാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടത്.